പുഴയാണ്. ഈ പുഴ കടന്നു വേണം കർഷകർക്ക് അപ്പുറത്തേക്ക് എത്താൻ. ഈ പാലത്തിന് നടുവിൽ വരെ അർദ്ധ സൈനിക വിഭാഗം, ഒപ്പം തന്നെ ഹരിയാന പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം. അതാ കണ്ണീർ വാതക പ്രയോഗം തുടർച്ചയായി നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ തത്സമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കർഷകർക്ക് നേരെ കണ്ണീർ വാതക പ്രയോഗം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം നമുക്ക് കാണാൻ പറ്റുന്നത്. തുടർച്ചയായ കണ്ണീർ വാതക പ്രയോഗം കർഷകരെ ഒരു കണക്കിനും ഡൽഹിയിലേക്ക് കടത്തിവിടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇടയ്ക്ക് പുഴയാണ്. അനൂപ് ദാസ്, അനൂപ് ഗുഡ് മോർണിംഗ്. ഈ ഇന്നലത്തെ ആ റിപ്പോർട്ടിംഗ് അത് കണ്ടപ്പോൾ നമുക്കൊക്കെ തന്നെ പേടിയാകുന്നുണ്ടായിരുന്നു. കാരണം ഇതിനിടയിൽ കൂടിയൊക്കെ നിന്ന് ഇനി എന്തെങ്കിലും വരുമോ, ഓടുന്നത് കണ്ടപ്പോഴൊക്കെ അത്രത്തോളം നമുക്ക് അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു അനൂപിൻ്റെ ആ ഒരു റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു അനൂപ് ഇന്നലെ ആ ഒരു സമയം? അനൂപ് അത് എങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു അനുഭവം എന്തായിരുന്നു? സേതു ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെയാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ ശംഭു അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ശംഭു അതിർത്തിയിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്താൻ ഏതാണ്ട് 4 മണിക്കൂറേ വേണ്ടുള്ളൂ. ഉച്ചയോടുകൂടി എത്താം, റിപ്പോർട്ട് ചെയ്യാമെന്നായിരുന്നു ധാരണ. പക്ഷേ പ്രശ്നം എന്തെന്നാൽ വരുന്ന വഴിയിലാകെ ഹരിയാന പോലീസ്, പ്രത്യേകിച്ച് അംബാലയ്ക്ക് സമീപത്തൊക്കെ പൂർണ്ണമായി റോഡ് അടച്ചിട്ടുണ്ട്. ശംഭുവിലേക്ക് ആരും എത്തരുത് എന്ന ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ശംഭുവിൽ നിന്ന് ആരും ഡൽഹി ഭാഗത്തേക്ക് വരരുത് എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ട് വാഹനം ചുറ്റി വളഞ്ഞ് പിന്നീട് പഞ്ചാബ് അതിർത്തിയിലേക്ക് ഉള്ളിലൂടെ പോയി പഞ്ചാബ് അതിർത്തിയിൽ കയറി പഞ്ചാബിലൂടെ സഞ്ചരിച്ചിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോൾ ഒരു 4:20 സമയമായി. അപ്പോൾ 5 മണി ഇവിടെ എത്തുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മീറ്ററുകൾ അപ്പുറത്താണ് സമരം നടക്കുന്ന അതിർത്തി. ആ അതിർത്തിയിൽ ഇൻ്റർനെറ്റ് ഹരിയാന വിച്ഛേദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഇൻ്റർനെറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 5 മണി വാർത്തയിൽ ഇവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകണമെന്നുള്ളത് കൊണ്ട് വാർത്ത റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ടിയർ ഗ്യാസ് ഷെല്ലുകൾ തുടർച്ചയായി ഈ കർഷകർക്ക് നേരെ പ്രയോഗിക്കുന്നത്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാകുമെന്നൊന്നും കരുതിയിരുന്നില്ല. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഹരിയാന പോലീസ് ഇങ്ങനെ സർവ്വസജ്ജരായി നിൽക്കുകയാണ് കർഷകർ ഈ ഭാഗത്തും. അപ്പോൾ എന്ത് സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായപ്പോൾ സംഭവിച്ചത്, നമുക്കവിടെ എത്തിയപ്പോൾ തന്നെ ഈ ശ്വസിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുമ്മൽ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. കാര്യം ഇതിൻ്റെ മണം, ടിയർ ഗ്യാസിൻ്റെ മണം ഒരു വല്ലാത്ത മണമാണ്. കണ്ണെരിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നേരിട്ടിരുന്നു. എന്തായാലും ഇത് പൊട്ടിച്ച സമയത്ത് സത്യത്തിൽ കർഷകർ ഓടി, നമ്മളും ഓടി. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഈ സമരത്തിൻ്റെ ഒരു തീവ്രത എന്താണ്, കർഷകരെ എങ്ങനെയാണ് ഹരിയാന പോലീസ് നേരിടുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകരെ വളരെ കൃത്യമായി ആ ദൃശ്യങ്ങളിലൂടെ അറിയിക്കാൻ പറ്റി എന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ തീവ്രത ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് റിപ്പോർട്ടർ ചുമതല, അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ്റെ ചുമതല. അത് സാധ്യമായി. നമ്മുടെ ക്യാമറാമാൻ വൈശാഖ് ജയപാലനായിരുന്നു. ആ സമയത്ത് മനസാന്നിധ്യം ഉറപ്പിച്ച് പിടിച്ച് കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ വൈശാഖിന് സാധിച്ചു എന്നുള്ളതാണ്. അനൂപ്, വൈശാഖ് കൂടെ ഉണ്ടോ? കൂടെ ഉണ്ട്. കാരണം അനൂപിനൊപ്പം തന്നെ ഈ വൈശാഖ് കൂടെ ഓടി നടത്താണ് ആ ദൃശ്യങ്ങൾ നമുക്ക്. സേതു, നമ്മുടെ വൈശാഖ് ജവാൻ. വൈശാഖ് ഇന്നലെ നമ്മളെ ഞാനൊന്ന് വൈശാഖ് വൈശാഖ് ആ ദൃശ്യങ്ങളുടെ ഒരു ഭീകരതയെ പറ്റി സേതു പറയുന്നത്. പെട്ടെന്ന് ആ ശബ്ദം കേട്ട് ആ ശ്വസിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വൈശാഖിന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്നുണ്ടായതല്ല, നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ സൗണ്ട് കേട്ടപ്പോൾ പേടി തോന്നി. പക്ഷേ നമുക്ക് അങ്ങനെ അപ്പോൾ ആൾക്കാർ ഓടുകയാണ്, ബഹളാണ്. ഓടി രക്ഷപ്പെടണമെന്നൊന്നും തോന്നിയില്ല. അത് പരമാവധി കവർ ചെയ്യണമെന്ന് തന്നെയാണ് തോന്നിയത്. അപ്പോൾ അനൂപ് ഇങ്ങനെ പോകുന്നു, അനൂപിൻ്റെ ഫോളോ ചെയ്യലാണല്ലോ എൻ്റെ ജോലി. അപ്പോൾ അത് ഒരു ഭീകര അന്തരീക്ഷം. ഞാൻ മുമ്പ് ഇതുപോലെ കർഷക സമരം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല സേതു, വൈശാഖ്, നമ്മുടെ പൗരത്വ ഭേദഗതി സമരം നടക്കുന്ന സമയത്ത് ഡൽഹി പോലീസ് നമ്മുടെ പൗരത്വ ഭേദഗതി സമരം നടക്കുന്ന സമയത്ത് വൈശാഖിനെ ഡൽഹി പോലീസ് മർദ്ദിച്ചിരുന്നു.
വൈശാഖിന് നമ്മുടെ അരുൺ ശങ്കർ ആയിരുന്നു അന്ന് റിപ്പോർട്ടർ. അത് മാത്രമല്ല, അപ്പോൾ കഴിയുമ്പോൾ രാത്രി നമ്മൾ വീണ്ടും ഈ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പതിക്കുന്നത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ആദ്യമുള്ള അത്ര പേടി പിന്നെ ഉണ്ടായിരുന്നില്ല. അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കർഷകർക്കും പോലീസിനും ഇടയിൽ ഒരു ഭാഗത്ത് ഒരു ബാത്റൂമുണ്ട്. അതിൻ്റെ മറവിൽ നിന്നിട്ടാണ്, അത് റിസ്ക് ആണ്, പക്ഷേ നമുക്ക് സേഫ് ആണെന്ന് തോന്നുകയും അവിടെ നിന്ന് അത് കവർ ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും വൈശാഖാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, രാത്രി 10 മണി ബുള്ളറ്റിൽ ഇന്നലെ രാത്രി നമ്മൾ കൊടുത്തൊരു വാർത്തയുണ്ട്. ടിയർ ഗ്യാസ് ഷെല്ലുകൾ തുടർച്ചയായി കർഷകർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു ദൃശ്യമാണിത്. ഈ സമരത്തിന്റെ തീവ്രത എത്രയാണ്, ഹരിയാന പോലീസ് എത്ര തീവ്രമായാണ് കർഷകരെ നേരിടുന്നതെന്നുള്ള ആ ദൃശ്യം കാണിച്ചു തരും. അപ്പം എന്തായാലും വൈശാഖും ഞാനും ഇവിടെയുണ്ട്. വരും ദിവസങ്ങളിലും ഇവിടുത്തെ യഥാർത്ഥ ചിത്രം എന്ത് എന്നത് മാതൃഭൂമി ന്യൂസിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അനൂപ്, വൈശാഖ്, എന്താണെങ്കിലും രണ്ടുപേരും സുരക്ഷിതരായിട്ട് ഇരിക്കുക.